ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സും നഴ്സിംഗ് സ്റ്റാഫ്സും ഒന്ന് സ്റ്റേജിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഈ കൂപ്പൺ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരൊന്ന് കൈവെക്കാവോ? ഒന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാണ്. കൂപ്പൺ ഓക്കെ, ഇവിടെ ആളുണ്ടല്ലേ, സ്റ്റേജിൽ തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ കൂപ്പൺ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യൂഷ്വലി നമ്മൾ സാധാരണ ലക്കി ഡ്രോ, ചെറിയ രീതിയിലുള്ള ലക്കി ഡ്രോയിലൊക്കെ ചെയ്യുന്നത് പേര് വിളിക്കുന്ന ആൾ സ്പോട്ടിലുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട്, ആൾക്കാർ അത്രയും കൂപ്പൺസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. നാളെ നേരം വെളുക്കുന്നവരെ നമ്മളിത് എടുത്താലും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ള ആൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല. സോ നമ്മളൊന്നും നോക്കുന്നില്ല. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത് പ്രൈസ് ആൻഡ് ഫിഫ്ത്ത് പ്രൈസ് എടുക്കുന്നു, പേര് അനൗൺസ് ചെയ്യുന്നു. ആദ്യം വിളിക്കുന്ന ആൾ ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ വരാം, സമ്മാനം വാങ്ങാം. വിളിക്കുന്ന ആൾ ഇവിടെ ഇല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമ്മൾ അവരെ അറിയിക്കുന്നതായിരിക്കും. അവർ പ്രൈസ് നാളെയോ മറ്റന്നാളോ വന്ന് കളക്ട് ചെയ്യും. ഓക്കെ, നല്ല രീതിയിൽ ഷഫിൾ ചെയ്യണം. സുരേഷ് സാറ് ആ ബോക്സിനകത്ത് കയറി ഷഫിൾ ചെയ്താൽ എന്തെന്ന് ഒരു ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എനിവേ നമുക്ക് കുറച്ച് കൂപ്പൺസ് താഴെ പോയി. ഓക്കെ, ആർക്കും നമ്മൾ കാരണം ഒരു അവസരവും നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ്. ഫിഫ്ത്ത് പ്രൈസ് 5ാം സമ്മാനം കൂളറാണ്. ഫോർത്ത് പ്രൈസ് സീലിംഗ് ഫാൻ ആണ്. തേർഡ് പ്രൈസ് സൈക്കിൾ ആണ്. ആൻഡ് സെക്കൻഡ് പ്രൈസ് ഗോൾഡ് റിംഗ്, സ്വർണ്ണ മോതിരമാണ്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ്. സോ ആരുടെ കയ്യിലേക്കാണ് ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഫാൻ ആണെങ്കിലും എല്ലാം സമ്മാനമായിട്ട് കിട്ടുമ്പോൾ ചെറുത് വലുത് എന്നൊന്നുമില്ല. എന്ത് കിട്ടിയാലും നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ സർ, നമുക്ക് ലക്കി ഡ്രോ എടുക്കാം. അപ്പോൾ മാമിന്റെ അച്ഛനാണ് നമ്മുടെ ലക്കി ഡ്രോയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർ. ആൻഡ് എന്റെ പേര് ഷാജി വലിയതുറ. ഷാജി വലിയതുറ ഉണ്ടോ? ശബ്ദപരിധിയിലുണ്ടോ? പ്ലീസ് ഷാജി ഉണ്ടെങ്കിൽ കൈയെങ്കിലും ഉയർത്തണേ. ഫസ്റ്റ് പ്രൈസ് ബ്രേസ്ലെറ്റ്, ഗോൾഡ് ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടുള്ള ഭാഗ്യവാൻ ഷാജി ഫ്രം വലിയതുറ ഉണ്ടോ? ഷാജി വലിയതുറ പ്രിയപ്പെട്ടവൻ ഈ വേദിയിലുണ്ടോ? കൂപ്പൺ നമ്പർ ഉണ്ടോ? നമ്മുടെ പുറത്തു നിൽക്കുന്ന എല്ലാ പേരുടെയും ശ്രദ്ധയ്ക്ക് ദയവായി ഈ ലക്കി ഡ്രോ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദയവായി നിങ്ങൾ ഹോളിനുള്ളിലേക്ക് വരിക. നിങ്ങളുടെ ഭാഗ്യം ഒളിച്ചിരിക്കുന്ന ബോക്സ് തുറന്നിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, ലക്ഷക്കണക്കിന് കൂപ്പൺ കിടക്കുവാണ്. ഇതിൽ കിട്ടുന്ന ഭാഗ്യശാലി ഒരു ഒന്നൊന്നര ഭാഗ്യശാലി തന്നെയാണ് കേട്ടോ. തീർച്ചയായും ഇത് വെറും പേസ് ബോർഡ് അല്ല, ഇത് സമ്മാനങ്ങളുടെ ഒരു വലിയ ഭണ്ഡാരമാണ്. വേഗം എല്ലാവരും പുറത്തു നിൽക്കുന്നവരെ സ്നേഹ. സ്നേഹ പിരിച്ച കൂപ്പണിൽ നിന്ന് വന്നിട്ടുള്ള വിന്നറാണ് ഷാജി ഫ്രം വലിയതുറ. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ്. നമ്മൾ ഫോണിൽ കണക്ട് ചെയ്യാൻ നോക്കി, പക്ഷേ ഷാജി ചേട്ടനെ കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാണ്? സുരേഷ് സാറ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിച്ചാൽ നമുക്ക് ലൈവായിട്ട് ഇപ്പോൾ ഷാജി ചേട്ടൻ്റെ എക്സൈറ്റ്മെന്റ് കാണാം. ഗോൾഡ് ബ്രേസ്ലെറ്റ് ആണ്. സ്വർണത്തിനൊക്കെ എന്താ വിലയെന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഷാജി ചേട്ടന് തന്നെയാണ് അത് കൊടുക്കാനുള്ള നിർവാഹം. അതുകൊണ്ട് നമ്മളത് സ്നേഹയെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെ സ്നേഹയെ ഏൽപ്പിക്കുക എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് പറയുക, അദ്ദേഹത്തിന് കൺഗ്രാജുലേഷൻസ് അറിയിക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രൈസ് എടുക്കുന്നത് അമൃതയാണ്. സെക്കൻഡ് പ്രൈസ് ഗോൾഡ് റിംഗ്. ഈ ഗോൾഡ് റിംഗ് എങ്കിലും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആരുടെയെങ്കിലും കയ്യിൽ ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഈ ബോക്സ് ഇത്ര ഉണ്ടെങ്കിൽ ഈ ബോക്സിൽ ഇത്രയും വരെ കൂപ്പൺസ് കിടക്കുകയാണ്. അപ്പോൾ ഇതിലെ ഗോൾഡ് റിംഗ് കിട്ടുന്ന ഭാഗ്യശാലി. ഗോൾഡ് റിംഗ് മാത്രമല്ല, കൂളർ കിട്ടിയാലും സീലിംഗ് ഫാൻ കിട്ടിയാലും ഒടുക്കത്തെ ഭാഗ്യം ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അത്ര കൂപ്പൺസ് ഉണ്ട്. വിനീത എസ് കെയർ ഓഫ് ഫാത്തിമ സുൽത്താനയുടെ കെയർ ഓഫിൽ പിരിച്ചിട്ടുള്ള കൂപ്പൺ ആണ്. വിനീത എസ്, സ്ഥലപ്പേര് വൻഡ്രോസ് ജംഗ്ഷൻ, മലപ്പുറത്തെ കോളേജിലെ ടീമാരോ ചെയ്തതാണല്ലേ, അവരുടെ കളക്ഷൻ വന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടാം സമ്മാനം ഗോൾഡ് റിംഗും വിനീത കൊണ്ടുപോയിരിക്കുകയാണ്. ജംഗ്ഷൻ, അങ്ങനെ എന്തോ ഒരു ജംഗ്ഷൻ, ജംഗ്ഷൻ എന്നാണ് മലപ്പുറം. ജംഗ്ഷൻ ട്രിവാൻഡ്രം അല്ലേ?
ആൻഡ്രോസ് ജംഗ്ഷൻ. അഡ്രസ് ഞങ്ങൾ വണ്ടത്താണ്. ആ, മലപ്പുറത്ത് നിന്ന് ആരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട്. ഫസ്റ്റ് ഇയർ BSc OT ആൻഡ് AT സുൽത്താനയുടെ കെയർ ഓഫിലാണ് അത് എടുത്തിരിക്കുന്നത്. രക്ഷയില്ല, കുഴപ്പമില്ല. നമുക്ക് കോൾ ഇപ്പോൾ തൽക്കാലത്തേക്കാണ് സ്വീകരിക്കാത്തത്. നമുക്ക് കോൺടാക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതിന്റെ ഈ കൂപ്പൺ പിരിച്ച ആരാണോ അയാളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. തേർഡ് പ്രൈസ് സൈക്കിൾ ചവിട്ടി പോകാനുള്ള ഭാഗ്യം ഈ ഹാളിനകത്തിരിക്കുന്ന ആർക്കാണെന്ന് നോക്കട്ടെ. സോ അപ്പോൾ നമ്മുടെ തേർഡ് പ്രൈസ് എടുക്കുന്ന ആരാണ്? ജിജി മാം ആണോ? ജിജി മാം എടുത്തോളൂ. അപ്പോൾ നന്നായിട്ട് ഷഫിൾ ചെയ്തെടുക്കണം കേട്ടോ, നന്നായിട്ട് ഷഫിൾ ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തുനിന്ന് ഒരു മൊട്ടുസൂചി കിട്ടുന്നവർ തന്നെ ഭയങ്കര ഭാഗ്യമുള്ള ആൾക്കാരാണ് കേട്ടോ. അത്രയ്ക്ക് കൂപ്പൺസ് ഉണ്ട്, കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഓക്കെ, ജയശ്രീ കുറ്റിച്ചൽ. ജയശ്രീ കൂട്ടത്തിലുണ്ടോ? പ്ലീസ് ജയശ്രീ ഉണ്ടെങ്കിൽ കൈ ഉയർത്താം ആരാണെങ്കിലും. ചേട്ടാ ഫുൾ നെയിം എന്തായിരുന്നു? ജയശ്രീ ജയൻ. ഈ പേരുള്ള ആരെങ്കിലും ഉണ്ടോ? അഡ്രസ് കൂടെ പറയണോ? ജയശ്രീ ജയൻ, വാ കേറി വാ, ഒരു കൈയ്യടി കൊടുത്തേ. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരാണ്. വരൂ. നമുക്കൊരു ഫോൺ നമ്പർ വെരിഫിക്കേഷൻ വേണം. ഇതിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ ഒന്ന് പറയാവോ? വരൂ, ഈ ഫോണിൽ പറയൂ.